ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഒരു മീഷോ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൽ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ അൺബോക്സിങ് അല്ലെങ്കിൽ മീഷോയിലത്തെ പ്രൊഡക്റ്റുകൾ റിവ്യൂ കാര്യങ്ങളൊക്കെ കാണാനെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റഡ്ലി കുറച്ച് വീഡിയോസ് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കുർത്ത സെറ്റുകളാണ്. ഒരു 3 കുർത്ത സെറ്റുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ബിലോ 500 വരുന്നതാണ്. 300, 400 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൺലി കുർത്തയല്ല, കുർത്ത വിത്ത് ദുപ്പട്ട അല്ലെങ്കിൽ കുർത്ത വിത്ത് ബോട്ടം പ്ലസ് ദുപ്പട്ട ആ ഒരു രീതിയിലാണ്. ഇതാണ് 3 സെറ്റുകൾ. ഇത് 3ഉം ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അൺബോക്സിങ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൈ കിട്ടിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കി. പക്ഷെ ഇട്ട് നോക്കിയൊന്നുമില്ല, ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഇട്ട് നോക്കുമ്പോഴല്ലേ നമുക്കത് സ്യൂട്ടബിൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ 3ഉം ഞാൻ ജോർജറ്റ് ടൈപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3ഉം ജോർജറ്റ് ഒന്നല്ല വന്നേക്കണേ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിത് ഈ ഒരു കുർത്തി ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു മെറൂൺ ഷെയ്ഡിൽ, മെറൂൺ നല്ല ഡാർക്ക് ബ്രൗണോ മെറൂണോ ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ തുറന്നു കാരണം കൊണ്ടാണ് ഇങ്ങനെ കൈ കിട്ടിയ മാതിരി മടക്കി വെച്ചിരിക്കണേ കേട്ടോ. അപ്പോൾ അതെ, ഇതിനൊരു ഷോളും കണ്ടോന്ന് അറിയില്ല. അതെ, ഒരു ഷോളും പ്ലസ് ഒരു കുർത്തയാണ് വരുന്നത്. ബോട്ടം ഇല്ല കേട്ടോ, അതിന് ബോട്ടം ഇല്ല. ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് കാണുമ്പോൾ ഫുൾ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ്. ഇവിടെയൊക്കെ ഞൊറികളാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ആർഭാടങ്ങളും ഇല്ല. ആകെ ഉള്ളത് ഈ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഷോളാണെങ്കിലും ജസ്റ്റ് നമ്മുടെ ഇവിടെയും ഈ ഷോളിൻ്റെ എല്ലാ സൈഡിലും ഇത് ഇങ്ങനെ ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടൊരു സംഭവം. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ വേറെ കളേഴ്സൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ഈ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മീഷോയിൽ കണ്ടിട്ടുള്ള ആ ഒരു പിക്കാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണെന്നുള്ളതാണ്. കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. പക്ഷെ വന്ന സമയത്ത് ഇത് ജോർജറ്റ് അല്ല കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു പോളിസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്രേപ്പ് മെറ്റീരിയൽ മാതിരിയാണ് ഫീൽ ചെയ്തത്. ഓവറോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് 360 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൈസിന് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലൊക്കെ ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരഭാഗം വരെയുള്ള ഭാഗത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാർജാണ് സൈസ് വന്നിട്ട്. ലാർജ് എനിക്ക് കുറച്ച് ലൂസാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ എക്സലാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്രിൻ്റ് ഒന്നും ഫെയ്ഡ് ആവുന്ന ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. പ്രിൻ്റൊക്കെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ഫെയ്ഡ് ആവുന്നൊരു തുണിയല്ല വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വരുന്നത്. ഇത് വന്നിട്ട് ഫുൾ സെറ്റ് ആണ് കേട്ടോ. അതായത് ഷോള് വരുന്നുണ്ട്, പിന്നെ ബോട്ടം, അതുപോലെ തന്നെ ടോപ്പ്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് XL ആണ് കേട്ടോ. XL തന്നെ ഓർഡർ ചെയ്തു. അതായത് പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചു. XL സൈസ് ഓർഡർ ചെയ്തു. പക്ഷേ മോഡൽ വന്നിട്ട് ഫുൾ സൈസാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആപ്പിൽ. പക്ഷെ ഇത് ഫുള്ളല്ല കേട്ടോ, ഫുള്ള് ലെങ്ത് അല്ല. എനിക്ക് ഏകദേശം മുട്ടിൻ്റെ താഴെ വരെ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇട്ടിട്ടും കൂടെ നോക്കാം. ഇതും വലിയ സൈസായിട്ട് തോന്നണ ഫീൽ ചെയ്യണത് XL. പിന്നെ പാൻ്റ് ആണെന്നുണ്ടെങ്കിലും പാൻ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ലൈനിങ് വെച്ചിട്ട് എന്താ പറയുക, ഒരു ലൈനിങ് കൂടെ ഉള്ളിൽ വരുന്നുണ്ട്. അത്രയും നൈസ് തുണിയല്ലേ. അപ്പോൾ എന്തായാലും ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു ജോർജറ്റെ മെറ്റീരിയൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ജോർജറ്റെ തന്നെ പറഞ്ഞത് ജോർജറ്റെ മെറ്റീരിയൽ തന്നെയാണ്. ഷോളാണെങ്കിലും ഇതേ ഫുള്ളായിട്ട് ഈ 4 സൈഡും ഇതേ അതിൻ്റെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സിൻ്റെ. ബാക്കി ഫുള്ള് പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിലും ആകെ ഒരു കളർ തന്നെ ഉണ്ടായിരുന്നത്. വേറെ കളർ ചേഞ്ചൊന്നും അവൈലബിൾ അല്ലായിരുന്നു. ബ്ലാക്കിൽ ഇങ്ങനെ റെഡ് പൂക്കളൊക്കെ ആയിട്ട്. പക്ഷേ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തോന്നി, നല്ല രസം തോന്നി. പക്ഷെ നേരിട്ട് രസമേ ഇല്ല, ഒരു രസവും ഇല്ല കേട്ടോ. ഇതിൽ ബ്ലാക്ക് ആയതുകൊണ്ട് മാത്രം അത്ര വൃത്തികേട് തോന്നണില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ നമുക്കിത് ഞാനങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവാണ് ഡിസ്പ്ലേയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ഫ്ലെയർ ആണെങ്കിലും അത്രമാത്രമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഈ പണ്ടത്തെ ഒരു മോഡലില്ലേ, അനാർക്കലി ടൈപ്പ് മുട്ട് വരെ ഇറക്കുള്ള ആ ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പലാസോ നമുക്ക് വന്നിട്ട് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി മാതിരി ഫീൽ ചെയ്തു. എന്നാലും ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ മൊത്തത്തിലൊരു അപാകത തന്നെയാണ് കേട്ടോ.
എനിക്കിഷ്ടപ്പെട്ടില്ല മൊത്തത്തിൽ. കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ, ടോപ്പ് കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആവുമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇത് ലെങ്ത്തും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാച്ച് ഇല്ലാത്തൊരു ഫീലൊക്കെ ആയിരുന്നു. ഇത് വന്നിട്ട് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ. പിന്നെ എനിക്ക് പ്രൈസ് ആയിട്ട് വരുന്നത് 440 രൂപയാണ് കേട്ടോ, റിഡക്ഷനൊക്കെ കഴിച്ചിട്ട്. പക്ഷെ 440 രൂപയ്ക്ക് എനിക്ക് വർത്തായിട്ട് തോന്നിയില്ല കേട്ടോ. ലാസ്റ്റ് മൂന്നാമത്തെ സെറ്റ് വന്നിരിക്കണേ, ഇതൊരു ഫുള്ള് ഒരു ബ്ലാക്ക് ആണ്. എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ് ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഫുൾ സെറ്റ് നോക്കിയതാണ്. അതും 500 രൂപയ്ക്ക് താഴെയുള്ളത് നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല തോന്നിയത് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് ബ്ലാക്കിൽ ഒരു ഗ്രേ കളറ് പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇത് പക്ഷെ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇരിക്കണത്. ഇത് വന്നിട്ട് ഇതേ ഒരു ഷോളിൽ ഇതേ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് 4 പുറമുണ്ടേ, 4 പുറവും ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഷോള് വന്നിട്ട് വീതി കുറവാണ്, ഇത്രയേ ഉള്ളൂ വീതി, ധാരാളം. പക്ഷെ നീളം അത്യാവശ്യം ഉണ്ട് കേട്ടോ, നീളം നമുക്ക് അത്യാവശ്യം ഉണ്ട്. ഇട്ട് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഫുൾ സൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ, ഇത് ഫുൾ സൈസാണ്. ഇതാണ് മൂന്നാമത്തെ സെറ്റ് കേട്ടോ. ഇത് ടോപ്പും ഷോളും മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് വന്നിട്ട് ബോട്ടം ഇല്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കൂടെ പ്രത്യേകം അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആകെ എനിക്കതൊരു മിസ്റ്റേക്ക് തോന്നിയത് അതിൻ്റെ ഷോളിൽ വന്നിട്ട് അവർ ലേസ് വെച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ഷെയ്ഡാണ്. അത് കുറച്ചുകൂടെ ഒരു സിൽവറോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാച്ച് ആയിരുന്നു. ഇതിപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു ഫീലാണ് ഉണ്ടായിരുന്നത്. കാരണം ബ്ലാക്കിൽ വന്നിട്ട് ഗ്രേ കളറ് പൂക്കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ വരുന്ന സമയത്ത് യാതൊരുവിധ മാച്ചും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ കളർ ഷെയ്ഡ്സാണ് ഞാൻ തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലൂവും പിങ്കും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ബ്ലാക്കാണ് എനിക്ക് അതിൽ നല്ലതായിട്ട് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 448 രൂപയാണ്. 448 രൂപയ്ക്ക് നല്ലോണം വേർത്താണ്. പിന്നെ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് XL സൈസായിരുന്നു. ജോർജറ്റയാണ്, ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ 3 കുർത്തീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കോഡും പ്രൈസും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ചിലർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാറുണ്ട്, എനിക്ക് കമൻറ്റിൽ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ കോഡ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് ടൈപ്പ് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ലിങ്ക് അയച്ചു തരുന്നില്ല എന്ന് വെച്ചിട്ടല്ല, ലിങ്ക് വർക്ക് ആവണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക. അതിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും, കോഡ്, പ്രൈസ്, മെറ്റീരിയൽ, എൻ്റെ റേറ്റിംഗ് എങ്ങനെയാണ് എല്ലാം കൊടുത്തിട്ടുണ്ടാവാറുണ്ട് ഞാൻ നോർമലി. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് തുടർന്നും ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.